എല്ലാവർക്കും നമസ്കാരം. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിനു സമീപമുള്ള ഗരുഡഗുഹയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ക്ഷേത്രത്തിന് സമീപം ഒഴുകുന്ന പുണ്യനദിയായ സൗപർണികയുടെ തീരത്താണ് ഗരുഡഗുഹ സ്ഥിതി ചെയ്യുന്നത്. സൗപർണിക ദർശിച്ചു മടങ്ങുന്നതിൽ ഭൂരിഭാഗം പേരും സൗപർണിക തീർത്ഥത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗരുഡഗുഹ ദർശിക്കാതെയാണ് മടങ്ങുന്നത്. സൗപർണിക നദിക്ക് ആ പേര് വരാൻ തന്നെ കാരണം ശ്രീ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ശ്രീ ഗരുഡനാണ്. ഗരുഡൻ്റെ യഥാർത്ഥ നാമം സൗപർണൻ എന്നാണ്. ഈ പുണ്യനദീ തീരത്തിൽ സൗപർണൻ എന്ന ഗരുഡ ഭഗവാൻ വളരെ കാലം തപസ്സു ചെയ്തിരുന്നു. അങ്ങനെ സൗപർണൻ എന്ന ഗരുഡൻ വളരെ കാലം തപസ്സനുഷ്ഠിച്ചതിനാലാണ് ഈ നദിക്ക് സൗപർണിക എന്ന പേര് കൈവന്നത്. സൗപർണിക നദിക്കരയിൽ കാശി തീർത്ഥത്തിന് സമീപമായി ഗരുഡഗുഹ ഇന്നും സ്ഥിതി ചെയ്യുന്നു. ശ്രീ മൂകാംബിക ദേവിയെ ദർശിക്കുന്നവർ നിശ്ചയമായും ദർശനം ചെയ്യേണ്ടതായ ഒരു സന്നിധിയാണ് ഇവിടം. ഇത്തരം കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.